നഴ്സിംഗ് ചെയ്യുമ്പം അതെല്ലാവർക്കും സെറ്റാവും എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് നമ്മളിൽ പലരും. പക്ഷേ ഈ 5 മിസ്റ്റേക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയർ ഫുൾ സ്പോയിലാവും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മല്ലുമേഷൻ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് നാളിന് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ ഷൂളെ വീണ്ടും സ്റ്റാർട്ടായി. അപ്പോൾ നമുക്ക് ഒരുപാട് വർക്കുകളും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഷൂളയിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ തന്നെ ഒരു സമയമാവും. അത് കഴിഞ്ഞ് നമുക്ക് ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ കാണത്തില്ല. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇല്ലാതിരുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മിസ്റ്റേക്സ് ദാറ്റ് വി പീപ്പിൾ മേക്സ് ഇൻ ജർമ്മനി, അല്ലെങ്കിൽ നമ്മളുടെ ജർമ്മൻ ജേർണിയിൽ നമ്മൾ ചെയ്യുന്ന 5 മിസ്റ്റേക്സ്, നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത 5 മിസ്റ്റേക്സിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലും പറയുന്നത്. നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വിട്ടേക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ തന്നെ നമ്മളുടെ മിസ്റ്റേക്കാണ് ജർമ്മൻ ലാംഗ്വേജിനെ സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുക. നമ്മൾ പാസ്സാവുന്നവരെ കൊടുക്കുന്ന എഫേർട്ട് മിക്ക ആൾക്കാരും പാസ്സായി കഴിഞ്ഞ് കൊടുക്കത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്സായല്ലോ, ഇനിയിപ്പോൾ ഞാനത് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, ഇങ്ങനെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. ഞാനും അങ്ങനെ ചിന്തിച്ച ഒരാളാണ്. പക്ഷേ ഇവിടെ വന്ന് കഴിയുമ്പോഴേ നമുക്കത് എന്തുമാത്രം തെറ്റായിരുന്നു നമ്മൾ ചിന്തിച്ച് വെച്ചിരുന്നതെന്ന് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, പാസ്സാകുന്നവരെ നിങ്ങൾ എത്ര എഫേർട്ട് ഇടുന്നു അതിനേക്കാട്ടിലും എഫേർട്ട് നിങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞും ജർമ്മൻ ലാംഗ്വേജിന് കൊടുക്കുക. കാരണം എത്രത്തോളം ലാംഗ്വേജ് പ്രൊഫഷൻസ് നമുക്കുണ്ടോ അത്രയും വില നമുക്കിവിടെ കിട്ടും. അപ്പോൾ അതെല്ലാവരും ഓർത്തിരിക്കുക, ജർമ്മൻ ലാംഗ്വേജ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ഇൻ ജർമ്മനി. അടുത്തതായിട്ട് പറയാൻ പോകുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏജൻസിയെ നമ്മൾ ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ഇപ്പം ഏജൻസീസ് പറയാം, നിങ്ങൾക്ക് എളുപ്പം തന്നെ ജർമ്മനിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും, ഈസി വിസ, അല്ലെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ നമ്മളും പെട്ടെന്ന് എടുത്ത് ചാടും. ഉദാഹരണത്തിന് വിസയുടെ കാര്യം ഞാൻ പറയട്ടെ. ഔസ്ബിൽഡിംഗ് വിസ കിട്ടാനായിട്ട് നല്ല പാടാണ്. ഞാനെടുത്ത സമയത്ത് തന്നെ നല്ല പാടാണ് നമുക്ക് വിസ കിട്ടിവരാൻ. പ്രത്യേകിച്ച് നമ്മുടെ വിസയുടെ സ്ലോട്ട് കിട്ടാനായിട്ട് നല്ല ടൈം എടുക്കും. അപ്പം അതെല്ലാവരും മനസ്സിൽ കണ്ടേക്കുക. വിസ ഒന്നും കിട്ടുന്ന അത്ര ഈസി അല്ല. പിന്നെ മിക്കവാറും ആൾക്കാർക്ക് വിസ റിജക്ഷൻസ് വരാം. ദൈവം അനുഗ്രഹിച്ച് എനിക്കതൊന്നും വന്നില്ലായിരുന്നു. പക്ഷേ എല്ലാത്തിനും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. പെട്ടെന്ന് കിട്ടും അല്ലെങ്കിൽ പെട്ടെന്ന് സക്സസ്ഫുൾ ആകും എന്നാരും ചിന്തിക്കാനായിട്ട് പാടില്ല. ഇതൊരു സ്ട്രഗിൾ ചെയ്യുന്ന ജേണിയാണ് എന്നെപ്പോഴും നിങ്ങൾ മൈൻഡിൽ കണ്ടിരിക്കുക. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വന്ന് സ്റ്റൈഫൻഡ് കിട്ടി കഴിയുമ്പം നമ്മൾ ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിക്കുന്നു. ആദ്യം തന്നെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം മേടിക്കുന്നു. അത് ഭയങ്കര തെറ്റാണ്. കാരണം ഇവിടെ വന്നു കഴിയുമ്പം ഇവിടുത്തെ ടാക്സ് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി നമ്മുടെ എല്ലാ മന്തിലും നമ്മുടെ കയ്യിൽ നിന്ന് പിടിക്കും. അല്ലാതെ തന്നെ ഉള്ള കുറച്ച് ടാക്സ് ഉണ്ട്, റേഡിയോ ടാക്സ് അങ്ങനത്തെയൊക്കെ. അതൊക്കെ ചെയ്യാനായിട്ട് പൈസ വേണം എപ്പോഴും. അതുകൊണ്ട് വന്നിട്ടൊരു 1 വർഷം ആവുന്നവരെയെങ്കിലും നമ്മൾ ഒരു സേവിങ് മെൻറ്റാലിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. എന്നുവെച്ചാൽ ഒരു നിസ്സാര ഒരു 20 യൂറോ എങ്കിൽ 20 യൂറോ അത് മാറ്റി വെക്കാനായിട്ട് പഠിക്കുക. ആദ്യമേ ചാടിക്കയറി നമ്മുടെ ഇഷ്ടമുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ EMI ഇട്ട സാധനങ്ങളോ മേടിക്കാതിരിക്കുക എന്ന് ഞാൻ പറയത്തുള്ളൂ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണിത്. അതുപോലെ തന്നെ അടുത്ത ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കമ്പയർ ചെയ്യുക. എന്നുവെച്ചാൽ എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ട് അവരുടെ ലൈഫ് ഇങ്ങനെയാണ്, അവർ ഹാപ്പിയാണ്, ഞാൻ മാത്രം എന്താ പിന്നെ ഇങ്ങനെ, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് മാത്രം എന്താ ഇങ്ങനെ, അങ്ങനെ നിങ്ങൾ കമ്പയർ ചെയ്യാതിരിക്കുക. എല്ലാ ഇൻഡിവിജ്വൽസിനും ഇവിടെ വരുമ്പോൾ അവരുടെ ജേർണി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. ചില ആൾക്കാർ സ്ട്രഗിൾ ചെയ്യും, ചില ആൾക്കാർക്ക് അത് ലക്ഷറി ലൈഫ് പോലെ ആവും. അതിനെല്ലാം നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ചിലപ്പം എൻ്റെ ജേർണി ആയിരിക്കത്തില്ല നിങ്ങൾക്ക്. നമ്മൾ പലരും വരുന്നത് പല സിറ്റുവേഷനിൽ നിന്നാണ്. അതെപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ കൊണ്ടുവരിക. ഈ ജേർണി പലർക്കും പലതാണ്. അതുപോലെ തന്നെ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ്, എനിക്ക് അവിടെ ചെന്ന 1 മാസത്തിനുള്ളിൽ ഈ പറഞ്ഞ കൂട്ട് സെറ്റിൽഡ് ആവാം, അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ ഞാൻ റിച്ച് ആവും, അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒന്നും ആയിരിക്കത്തില്ല ഇവിടെ നടക്കുന്നത്. അപ്പം നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആവും. അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടൊന്നും വരാതിരിക്കുക. ഇവിടെ വരുന്നു, ജോലി ചെയ്യുന്നു, ആ ജോലിക്കുള്ള ശമ്പളം നമ്മൾ വാങ്ങുന്നു, ആ ജോലി സ്ട്രെസ്ഫുൾ ആകാം. ചിലപ്പം നമ്മുടെ ഷൂളയിൽ ആദ്യത്തെ കുറച്ച് മാസങ്ങൾ നമുക്ക് സ്ട്രെസ്ഫുൾ ആകാം. ഇതെല്ലാം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരിക. അപ്പോൾ ഞാൻ ഒരുപാടൊന്നും വലിച്ചു നീട്ടുന്നില്ല. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു.
ഇനിയും ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ ബട്ടൺ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ജർമ്മനിയെ പറ്റിയോ അല്ലെങ്കിൽ ജർമ്മനിയിലെ നഴ്സിങ്ങിനെ പറ്റിയോ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ചൂസ്.